എല്ലാ ദിവസവും രാവിലെ അലാറം അടിക്കുന്നു, അത് സ്നൂസ് ചെയ്യുന്നു, പിന്നെ എപ്പോഴോ എഴുന്നേൽക്കുന്നു, വെറുതെ ഫോണിൽ കുറേ യൂസ്ലെസ് ആയിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നു. ആൻഡ് ആ ദിവസം അങ്ങനെ അങ്ങോട്ട് കടന്നു പോകുന്നു. പിന്നെ നിങ്ങൾ ആലോചിക്കും, ഞാൻ എന്താ എപ്പോഴും ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നത്, എപ്പോഴും എന്താ ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുന്നത്, എനിക്കെന്താ ഫോക്കസ് ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ ലൈഫ് ഫുള്ള് ഒരു മെസ്സായിട്ട് കിടക്കുന്നത് എന്താ? ഇതിൻ്റെ ആൻസർ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നിങ്ങളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ബാറ്റിൽ ഫെയിൽ ആവുന്നത് കൊണ്ടാണ്. ഐ മീൻ യു സ്ലീപ്പ്. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ എനർജി, ഫോക്കസ്, മോട്ടിവേഷൻ ഇതിനെയൊക്കെ ഒരു മോശം രീതിയിലായിരിക്കും ബാധിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരുപാട് പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നിങ്ങളുടെ ശരീരമല്ല പ്രോബ്ലം, മറിച്ച് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ്, ശീലങ്ങളാണ്. നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതിയിലാണ്. വളരെ എക്സ്ഹോസ്റ്റഡ് ആയിട്ട് എഴുന്നേൽക്കുന്നു, ഒരുപാട് കഫീൻ, അതായത് ചായ, കോഫി ഇതൊക്കെ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു, എനർജി വളരെ കുറവുള്ള സമയത്ത് പോലും നിങ്ങളെ ഓവറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. ആൻഡ് ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് റിപ്പീറ്റ് ആവുന്നു. സോ ഇപ്പം തന്നെ നിങ്ങളിതൊക്കെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. സോ ലെറ്റ്സ് ഫിക്സ് ഇറ്റ്. നോ മോർ എക്സ്ക്യൂസസ്, നോ മോർ ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. ദിസ് സ്റ്റാർട്ട്സ് ടുഡേ. ലെറ്റ്സ് ഡു ഇറ്റ്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ് എന്ന്. നിങ്ങൾക്ക് നൈറ്റ് കുറേ ലേറ്റായിട്ട് കിടന്നാൽ മതി എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നത് എന്ന് തോന്നും. You think you are in control, but actually you are not. Your brain has been hijacked. ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ്, ബിഞ്ച് വാച്ചിങ്, മിഡ് നൈറ്റ് ക്രേവിങ്സ് ഇതൊക്കെ ജസ്റ്റ് ബാഡ് ഡിസിപ്ലിൻ മാത്രമല്ല, ഇത് ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ രാത്രിയിൽ ക്രേവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ശരീരത്തെ ട്രെയിൻ ചെയ്യാണ്. ആൻഡ് പിന്നെ ഡേ ടൈം ഫുള്ള് അത് കാരണം സഫർ ചെയ്യേണ്ടി വരും. നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴും ഒരു എപ്പിസോഡ് കൂടി എന്നും പറഞ്ഞ് ബിഞ്ച് വാച്ച് ചെയ്യുമ്പോഴും രാത്രി 2 മണിക്ക് ഫോൺ എടുത്ത് നോക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമീൻ റിലീസ് ആവുന്നുണ്ട്. ആൻഡ് ആ ഡോപ്പമീൻ നിങ്ങളെ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ബട്ട് ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് യു. അത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ പ്രൈസാണ് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വളരെ ടയേർഡായിട്ട് എഴുന്നേൽക്കുന്നു, ഇറിറ്റേറ്റഡ് ആവുന്നു, എക്സ്ഹോസ്റ്റഡ് ആവുന്നു. അലാറം അടിക്കുമ്പോൾ അത് സ്നൂസ് ചെയ്യുന്നു. ബിക്കോസ് ആ 5 മിനിറ്റ് കൂടി എന്ന് പറയുന്നത് ഒരു സർവൈവൽ പോലെ ഫീൽ ചെയ്യും. പിന്നെ കുറേ കഫീൻ കൺസ്യൂം ചെയ്യും ഉറക്കപ്പിച്ച് മാറാനായിട്ട്. ബട്ട് അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ബിക്കോസ് ഇത് ജസ്റ്റ് ടയേർഡായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ശരിയായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാവില്ല, ഡിസിപ്ലിൻഡ് ആവാൻ പറ്റില്ല. ആൻഡ് നിങ്ങളുടെ ലൈഫ് തന്നെ അത് സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ മോർ യു ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ദ ഡീപ്പർ യു ഫാൾ ഇൻ ടു ദിസ് ട്രാപ്പ്. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഉറക്കം ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യം അല്ല. ഇറ്റ്സ് ഗോയിങ് ടു സക്ക്. നിങ്ങൾ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ക്ലോക്കിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. സോ ആദ്യത്തെ കുറച്ച് രാത്രികൾ നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ ബെഡിൽ കിടക്കും, പക്ഷേ ഉറക്കം വരില്ല. ഫോൺ എടുക്കാനായിട്ട് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരൊറ്റ വീഡിയോ 5 മിനിറ്റ്സ് കൂടി. നിങ്ങൾക്കൊരു സോംബി പോലെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് സ്വയം ടോർച്ചർ ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം. അത് നിങ്ങൾക്കുള്ള പണിഷ്മെൻ്റ് ആയിട്ട് എടുത്താൽ മതി. നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സിന് നിങ്ങൾ കൊടുക്കേണ്ട പ്രൈസാണ്. അങ്ങനെ കരുതിയാൽ മതി. വിന്നേഴ്സും ലൂസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? വിന്നേഴ്സ് എപ്പോഴും പെയിനിലൂടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഹാർഡാണ് എന്നും പറഞ്ഞ് അവർ ക്വിറ്റ് ചെയ്യില്ല. അവർ ടയേർഡാണ് എന്നും പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്യില്ല. ദേ കീപ് ഗോയിങ്. ഇനി നിങ്ങളുടെ സ്ലീപ്പ് പ്രോബ്ലം ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് പ്ലാൻ പറഞ്ഞുതരാം. ബട്ട് ഐ വാണ്ട് യു, ദിസ് ഈസ് ഗോയിങ് ടു ബി ടഫ്. സ്റ്റെപ്പ് നമ്പർ 1, വേക്ക് അപ്പ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. നോ എക്സ്ക്യൂസസ്. നിങ്ങൾ എത്ര മണിക്ക് കടന്നാലും ശരി, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കണം. എവറി സിംഗിൾ ഡേ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. നോ 5 more minutes, നോ ജസ്റ്റ് ടുഡേ. ബിക്കോസ് ഓരോ തവണ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ തിരിച്ച് 0യിലേക്ക് തന്നെ വരികയാണ്. നിങ്ങളുടെ പ്രോഗ്രസ് സ്ട്രീക്ക് ഇല്ലാതാവുകയാണ്. യുവർ ബോഡി നീഡ് കൺസിസ്റ്റൻസി. റൈറ്റ് നൗ നിങ്ങളുടെ ഉറക്കം ഇപ്പോൾ ഒരു മെസ്സാണ്. ബിക്കോസ് അതിനൊരു റിതമില്ല. ചില ദിവസം നിങ്ങൾ 10 മണിക്ക് കിടക്കുന്നു, ആൻഡ് ചില ദിവസം നിങ്ങൾ 2 മണിക്ക് കിടക്കുന്നു. ആൻഡ് പിന്നെ നിങ്ങൾ ആലോചിക്കും, ഇതെന്താ നിങ്ങളിങ്ങനെ എക്സോസ്റ്റ് ആയിട്ടിരിക്കുന്നത് എന്ന്. സോ ഇതിൻ്റെ ഒരു ഫിക്സ് എന്ന് പറയുന്നത് ഒരു വേക്കപ്പ് ടൈം സെറ്റ് ചെയ്യുക എന്നതാണ്. ആൻഡ് എല്ലാ ദിവസവും എന്തൊക്കെ വന്നാലും ശരി, ആ സമയത്ത് തന്നെ എഴുന്നേൽക്കുക. എത്ര ടയേർഡായിട്ട് ഫീൽ ചെയ്താലും ആ ടൈമിൽ തന്നെ എഴുന്നേൽക്കുക. ഇവൻച്വലി നിങ്ങളുടെ ബോഡി അതുമായിട്ട് പൊരുത്തപ്പെടും. പിന്നെ ഒരു അലാറം പോലും ഇല്ലാതെ നിങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് എഴുന്നേൽക്കും, ഫുള്ളി എനർജൈസ്ഡ്. സ്റ്റെപ്പ് നമ്പർ 2, നോ മോർ കംഫർട്ട് ഇൻ ബെഡ്. നിങ്ങളുടെ ബെഡ് ഉറങ്ങാനുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഈ ബെഡിലിരുന്ന് സ്ക്രോൾ ചെയ്യാണ്, ടെക്സ്റ്റ് ചെയ്യാണ്, വീഡിയോസ് കാണാണ്. അപ്പം നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാണ് ബെഡിൽ ഉണർന്നിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് കിടക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് ഉറക്കം വരാത്തത്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഇൻസോംനിയ, ഇറ്റ്സ് ബാഡ്
ഡ്രെയിനിങ്. സോ ഇന്ന് മുതൽ നിങ്ങളുടെ ബെഡ് സീക്രഡ് ആണ്. നിങ്ങളുടെ ബെഡിൽ കിടക്കുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവണം ഓക്കെ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്ന്. ഈ റൂള് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. സോ റെസ്പെക്റ്റ് ഇറ്റ് ആൻഡ് യു വിൽ ഫാൾ അസ്ലീപ് ഫാസ്റ്റർ ദാൻ എവർ. സ്റ്റെപ്പ് നമ്പർ 3, ദ 60-minute ഡിജിറ്റൽ ലോക്ക്ഡൗൺ. കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നോ സ്ക്രീൻസ്, നോ എക്സെപ്ഷൻസ്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, ബട്ട് നിങ്ങളുടെ ഫോണാണ് ശത്രു, എനിമി. ഫോണിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ആ ബ്ലൂ ലൈറ്റില്ലേ, അത് നിങ്ങളുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഡേ ടൈം ആണ് എന്ന്. നിർത്താതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ബ്രെയിനെ റെസ്റ്റ് എടുക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പ് വേണമെങ്കിൽ ദെൻ ഉറങ്ങുന്നതിന് മുന്നേയുള്ള നോയ്സ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്യണം. ബുക്ക് വായിക്കുക, മെഡിറ്റേറ്റ്, സ്ട്രെച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ബട്ട് ഫോൺ മാത്രം വേണ്ട. ഓക്കെ, ഹിയർ ഈസ് ദ ഡീൽ. നിങ്ങളിതൊരു 7 days 7 ദിവസം ഒന്ന് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഐ എം ആസ്കിങ്. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കുക, നോ മാറ്റർ വാട്ട്. ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ ഈ ബെഡ് ഉണ്ടല്ലോ അതിൽ കിടന്നുള്ള സ്ക്രോളിങ്, ഡിസ്ട്രാക്ഷൻസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് ഉറങ്ങാൻ മാത്രം യൂസ് ചെയ്യുക. ഒരാഴ്ചത്തേക്ക് 60-minute ഡിജിറ്റൽ ലോക്ക്ഡൗൺ നിങ്ങൾ ഫോളോ ചെയ്യുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ നോ സ്ക്രീൻസ്, നോ എക്സ്ക്യൂസസ്. ഇത് നിങ്ങളൊരു 7 ദിവസം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും. യു വിൽ വേക്ക് അപ്പ് ഫീലിംഗ് ഷാർപ്പ്. നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് ഉണരും. നിങ്ങൾക്കൊരു കൺട്രോൾ വരും. ആൻഡ് അതിൻ്റെ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പാസ്റ്റിലേക്ക് പോവില്ല. സോ ഹിയർ ഇസ് ദ റിയൽ ക്വസ്റ്റ്യൻ. നിങ്ങളിത് ശരിക്കും ഫോളോ ചെയ്യോ? നിങ്ങൾ നിങ്ങളുടെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യോ? അതോ ആ പഴയ മിസ്റ്റേക്ക് തന്നെ, പഴയ ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമോ? ദിസ് ഈസ് യുവർ ചാലഞ്ച്. 7 days, നോ ഷോർട്ട് കട്ട്സ്, നോ ജസ്റ്റിഫിക്കേഷൻസ്, നോ സറണ്ടർ. ആർ യു റെഡി? എനിക്കറിയാം ഇത് കേൾക്കുന്ന മിക്ക ആൾക്കാരും ഇതങ്ങനെ അങ്ങോട്ട് വിടും. ചിലപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് ഇൻസ്പയർഡ് ആവും, ബട്ട് പിന്നെയും ആ പഴയ ഹാബിറ്റ്സിലേക്ക് തന്നെ തിരിച്ചു പോകും. ബട്ട് നോട്ട് യു. നിങ്ങൾ അങ്ങനെ ആവില്ല. ബിക്കോസ് നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് മീൻസ് സംതിങ്. മാറ്റം വേണം എന്ന് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള, എക്സോസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്കിനി വേണ്ട. സോ നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഉറക്കം നിങ്ങളെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ ഇപ്പോഴേ ഒരുപാട് തവണ ഫെയിലായി, ബട്ട് ഇനി വേണ്ട, ഇനഫ്. നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ദ ഓൺലി തിങ് ലെഫ്റ്റ് ഈസ് ടു ആക്ട്. So stop waiting, stop making excuses, take back your nights, take back your mornings, take back your life. And it starts now. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ വണ്ടർഫുൾ ഡേ.